വിവാദ പ്രശ്നങ്ങൾ വരുമ്പോൾ തികഞ്ഞ അജ്ഞത നടിക്കുകയോ മൗനം പാലിക്കുകയോ ചെയ്യുന്ന പതിവ് മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ ഇന്നും തുടർന്നു. അദ്ദേഹം ഉത്തരം പറയാതെ വിട്ട വിഷയങ്ങൾ ഇങ്ങനെയാണ്. പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം പാർട്ടി വരച്ച കളത്തിൽ നിന്ന് ഒരിഞ്ച് മാറാതിരിക്കാനുള്ള മെയ്വഴക്കം മുഖ്യമന്ത്രി ഇപ്പോൾ സ്വന്തമാക്കി കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് എൻഡോസൾഫാൻ ദുരന്തത്തിനിരയായി ദയനീയമായ അന്ത്യം നേരിടേണ്ടി വന്ന പെദ്രയിലെ കുമാരൻ മാസ്റ്ററെക്കുറിച്ച് വികാരതീവ്രമായി സംസാരിച്ച വി എസ് ഇന്ന് അതേ വിഷയത്തിൽ ഒരു ചോദ്യം വന്നപ്പോൾ പ്രതികരിച്ചത് ഇങ്ങനെ: വിവരം അറിയിക്കേണ്ടവരറിയിക്കട്ടെ. 3 വർഷങ്ങൾക്ക് മുമ്പ് വി എസ് തന്നെ പ്രഖ്യാപിച്ച 50,000 രൂപ ധനസഹായം ഇപ്പോഴും എൻഡോസൾഫാൻ ഇരകൾക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്ന ചോദ്യത്തിനായിരുന്നു ഈ മറുപടി. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ആക്ഷേപം പറയണ്ടേ? പൊതുമേഖലാ പുനഃസംഘടനയ്ക്ക് കേന്ദ്ര സർക്കാർ ലോകബാങ്ക് വായ്പ വാങ്ങി തയ്യാറാക്കിയ പദ്ധതിയെക്കുറിച്ച് വി എസ് പറഞ്ഞതിങ്ങനെ: പൊതുമേഖല വിറ്റുതുലയ്ക്കാനാണ് നീക്കം. എന്നാൽ ഇതേ ലോകബാങ്കിന്റെ വായ്പ കേരളത്തിൽ വാങ്ങുന്നതിനെക്കുറിച്ച് തുടർച്ചയായി 2ാമത്തെ ആഴ്ചയും ചോദിച്ചപ്പോൾ മറുപടി ഇതായിരുന്നു: നമുക്ക് കിട്ടില്ല, കിട്ടിയാൽ അറിയിക്കാം. ADB-ക്കാരെ ചെവിക്ക് പിടിച്ച് പുറത്താക്കുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വി എസ് പറഞ്ഞിരുന്നത്. വിവാദ വൻകിട സ്വകാര്യ പദ്ധതികൾ അനുവദിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഏകജാലക കമ്മിറ്റി നിലവിലുണ്ടോ എന്ന് മറ്റൊരു ചോദ്യം. ഓരോ വിഷയങ്ങൾ വരുന്ന അവസരത്തിൽ അത് സംബന്ധിച്ച് പരിശോധിക്കും. SR സഞ്ജീവ്, മനോരമ ന്യൂസ്.